അധികാരത്തിലേറിയതിനു പിന്നാലെ ചെലവ് കുറയ്ക്കാൻ ബജറ്റിൽ കടുംവെട്ടുമായാണ് ട്രംപിന്റെ പോക്ക്. വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, തൊഴിൽ മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം പരിഷ്കാരങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. ഇപ്പോഴിതാ നാസയുടെ ബജറ്റും വെട്ടിച്ചുരുക്കാനാണ് ട്രംപിന്റെ നീക്കം. 2026 ആകുമ്പോഴേക്ക് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ബജറ്റിൽ $600 കോടി വെട്ടിക്കുറയ്ക്കാനാണ് ട്രംപിന്റെ നിർദ്ദേശം. വൈറ്റ് ഹൌസിലെ 2026 സ്കിന്നി ബജറ്റിന്റെ ഭാഗമായാണ് നടപടി. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഒറ്റ വർഷം കൊണ്ട് നടത്തുന്ന ഏറ്റവും വലിയ വെട്ടിക്കുറയ്ക്കലാണിത്. $2480 കോടി നിന്ന് $1880 കോടിയിലേക്ക് ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കാനാണ് നിർദ്ദേശം. ഈ നീക്കം ബഹിരാകാശ വിദഗ്ധരെ അടക്കം ആശങ്കയിലാക്കിയിട്ടുമുണ്ട്. നീക്കം ബഹിരാകാശ മേഖലയിലെ അമേരിക്കൻ ആധിപത്യത്തിന് വലിയ തിരിച്ചടിയാകുമെന്നും ആധുനിക ചാന്ദ്ര ദൗത്യങ്ങളിൽ ചൈനയ്ക്ക് മുൻതൂക്കം നൽകാൻ ഇടയാക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചൊവ്വയിൽ നിന്ന് പെർസിവറൻസ് റോവർ ശേഖരിച്ച സാമ്പിളുകൾ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാനുള്ള മാർസ് സാമ്പിൾ റിട്ടേൺ ദൗത്യത്തെയും ചന്ദ്രനെ ചുറ്റുന്ന ലൂണാർ ഗേറ്റ്വേ ബഹിരാകാശ നിലയം, ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികളെയും ബജറ്റ് വെട്ടിക്കുറയ്ക്കൽ കാര്യമായി തന്നെ ബാധിക്കും. അമേരിക്കൻ ക്രൂ ചാന്ദ്ര ദൗത്യങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുമെന്ന മുന്നറിയിപ്പും നാസയുടെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്റർ ജാനറ്റ് പെട്രോ നൽകുന്നുണ്ട്. ബഹിരാകാശ ഗവേഷണത്തിൽ $230 കോടി, ഭൂമിശാസ്ത്ര ഗവേഷണത്തിന് $120 കോടി വെട്ടിക്കുറയ്ക്കാനുമാണ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാലാവസ്ഥാ കേന്ദ്രീകൃത ഗ്രീൻ ഏവിയേഷൻ ഗവേഷണം തന്നെ ഇതോടെ ഇല്ലാതാകും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ജീവനക്കാരുടെയും ഗവേഷണത്തിന്റെയും എണ്ണം കുറയും. 2030 അതിന്റെ പ്രവർത്തനം നിർത്തലാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുമെന്നാണ് വിവരം. വ്യക്തമായ നയലക്ഷ്യമില്ലാതെ ഇത്തരം കടുത്ത വെട്ടിക്കുറയ്ക്കലുകൾ നടപ്പിലാക്കുന്നത് അരാജകത്വം സൃഷ്ടിക്കുകയും ബഹിരാകാശത്ത് അമേരിക്കൻ സ്വാധീനം കുറയ്ക്കുകയും ചെയ്യുമെന്ന വിമർശനങ്ങളും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ചൈന അവരുടെ ചാന്ദ്ര അഭിലാഷങ്ങൾ ത്വരിതപ്പെടുത്തി വരുന്നതിനിടെയാണ് അമേരിക്കയുടെ ഈ നീക്കമെന്നതും ആശങ്കയാണ്. ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിലേക്ക് വീണ്ടും എത്തിക്കുന്നതിനായി നാസ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റും ഓറിയോൺ ബഹിരാകാശ പേടകവും ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനും ആർടെമിസ് 2, ആർടെമിസ് 3 വിക്ഷേപണങ്ങൾ കൂടി കഴിഞ്ഞാൽ ദൗത്യം അവസാനിപ്പിക്കാനും നിർദ്ദിഷ്ട ബജറ്റിൽ നിർദ്ദേശമുണ്ട്. നാസയുടെ ആർടെമിസ് പ്രോഗ്രാമിന്റെ നട്ടെല്ലാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം. ഈ ബജറ്റ് വെട്ടിക്കുറയ്ക്കലിന് പിന്നിൽ ഇലോൺ മസ്ക് തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സർക്കാർ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതിനും ആവശ്യമില്ലാത്ത US ഏജൻസികളെ പിരിച്ചുവിടുന്നതിനും ട്രംപ് രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജിന്റെ തലവനാണ് ഇലോൺ മസ്ക്. പ്രവർത്തിച്ച ചെറിയ കാലയളവിൽ തന്നെ ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുകയും ഗവേഷണ ഫണ്ടുകളും അന്താരാഷ്ട്ര സാമ്പത്തിക സഹായങ്ങളും അടക്കം കോടിക്കണക്കിന് ഡോളർ വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത വകുപ്പ് ഇതിനോടകം തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതിനിടെ നാസയുടെ ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നതും ഇലോൺ മസ്കിന്റെ നീക്കങ്ങളാണെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ചന്ദ്രനിൽ മനുഷ്യരുടെ കോളനി നിർമ്മിക്കാനുള്ള സ്പേസ് എക്സിന്റെ പദ്ധതിക്കായി $100 കോടി അനുവദിക്കാൻ നിർദ്ദേശമുണ്ട് എന്നതാണ് ഇതിന് കാരണം.